ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ്. മോസ്റ്റ്ലി ഞാൻ ബി ടി സിയിൽ ഓൾമോസ്റ്റ് ഒരു 1:10 അല്ലെങ്കിൽ ഒരു 1:5 എബോ റിസ്ക് ടു റിവാർഡിൽ ഞാൻ പഞ്ച് ചെയ്യുന്ന ട്രേഡ്സ് ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പാസ്റ്റായിട്ട് ഞാൻ കുറേ ഈ ബി ടി സിയിലെ കുറേ എൻട്രി മോഡൽസുകൾ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ എൻട്രി മോഡൽസിൽ ഇതേ സ്ട്രാറ്റജി വെച്ചിട്ടാണോ ഞാൻ ഇട്ടിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ സ്ട്രാറ്റജി വെച്ചിട്ടാണ് അതിലെ ഓൾമോസ്റ്റ് ഒരു 30-40% ഓഫ് ദ ട്രേഡ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ ട്രേഡിങ് സീരിയസ് ആയിട്ട് കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നമ്മൾ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? കണ്ടിന്യൂസ്ലി നെക്സ്റ്റ് ഡേയ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഡെയിലി നിഫ്റ്റി അനാലിസിസ് വീഡിയോയും അതേപോലെ തന്നെ ഡെയിലി BTC അനാലിസിസ് വീഡിയോയും നമ്മൾ ഇടുന്നതായിരിക്കും. ഇതേ സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് ഗോൾഡിലും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ്? നമ്മുടെ BTCയിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ ഒരു നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്സുകൾ നമുക്ക് ആ ഒരു ടൈംസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ എന്താണ്, നിങ്ങൾ എപ്പോഴും സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക? ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലുമായിട്ട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്നെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു സ്ട്രാറ്റജിയിൽ ആ ടൈപ്പ് ഓഫ് ചേഞ്ചസ് നിങ്ങൾ എന്ത് ചെയ്യുക? വരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം വരേണ്ടതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ BTCയുടെ ചാർട്ടിൽ വരിക. അതിനുശേഷം നിങ്ങൾ കുറച്ച് ചേഞ്ചസ് നിങ്ങൾ വരുത്തണം. BTCയുടെ ചാർട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെറ്റിങ്സ് ഓപ്ഷനിൽ പോയതിന് ശേഷം മോർ സെറ്റിങ്സിൽ പോവുക. ഈ ഒരു മോർ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾ സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സോൺ കാണാനായിട്ട് പറ്റും. ഈ ഒരു ടൈം സോൺ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കൊൽക്കത്ത എന്ന് പറയുന്ന ടൈം സോൺ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ചിലപ്പോൾ ഈ ടൈം സോണൊക്കെ വ്യത്യാസമായിരിക്കാം. ഈ ഫോറക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പം EST ടൈം സോണൊക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? എപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് വരാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വരുന്ന എല്ലാ ഡേയ്സിലും നിങ്ങൾ ഫസ്റ്റായിട്ട് വരുന്ന 19 ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഡൗൺ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്ന് പറയുന്നത് എന്താണ്? ഞാൻ മൗസ് കൊണ്ടുവന്ന ആ ഒരു ഏരിയയിൽ കാണിച്ചു തരാം. 19 20th ഫ്രൈഡേ എന്ന് പറയുന്ന ക്യാൻഡിലിൽ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ അതേ ക്യാൻഡിലിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഡേയ്സിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്? ഇവിടെ ഈ ഒരു ക്യാൻഡിലായിട്ടുള്ള 19. അപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്റ്റ് ഡേറ്റയിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊന്ന് നോക്കിക്കേ. ഞാൻ ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് 19ലോട്ട് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ആ ഒരു ക്യാൻഡിലിന് ശേഷം നിങ്ങൾക്ക് അന്നത്തെ ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആ ഒരു ഏരിയാസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മാസീവായിട്ടുള്ള മൂവ് വൺ ഡയറക്ഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് 1 ഡേ ബിഫോറിലോട്ടുള്ള 19ലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, മാസീവായിട്ടുള്ള വൺ സൈഡ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള 19ലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് നമ്മുടെ നോക്കിക്കേ, 19 ഈ ഒരു ഡേയിൽ നമുക്ക് അധികം മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ 1:10 ആ ഒരു റേഷ്യോ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ഈ ഒരു ഏരിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആ ഒരു ഏരിയയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും ചെറിയ മൂവ്മെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ നോക്കേണ്ട. നമ്മുടെ എൻട്രി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരിക്കാം. അപ്പോൾ ഈ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ വരുന്ന ഈ ഒരു 1400 എന്ന് പറയുന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ നല്ല മൂവ്മെൻറ്റ് തന്നെയാണ്.
1400 പോയിൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 മിനിറ്റ് 19ലുള്ള 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ആൻഡ് ലോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്തത് കണക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഈ ഒരു ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 20th ഫ്രൈഡേ ജൂൺ 2025. അവിടെ വന്നതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് വരിക. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എക്സാക്റ്റ് ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ വന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻട്രികൾ നമ്മൾ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ മാർക്ക് ചെയ്ത ബോക്സിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് തന്ന ഏരിയ വരുന്ന ടൈമിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ ജസ്റ്റ് വാച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അതിന് താഴെ ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു സ്വിങ് ആ ഒരു ഏരിയയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്വിങ്ങിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിങ്ങിലെ 50% എബോ ഒരു ക്യാൻഡിൽ വരികയും ആ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ കാണുന്നുണ്ടെങ്കിൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പുകളായിട്ട് എടുക്കാനും ആ ഒരു സ്വിങ്ങിൻ്റെ ഹൈയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡുകൾ പഞ്ച് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് 50% എബോ ഉള്ള നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ നോക്കാം. ഈ 3 ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ കാണാൻ പറ്റുന്നു. നിങ്ങൾ ഈ ഒരു വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കേണ്ട, നിങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്താൽ മതിയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുമുണ്ട്, അതിൻ്റെ കൂടെ മാർക്കറ്റിലൊരു ഗ്യാപ്പ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വന്ന ശേഷം ആ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു ക്യാൻഡിൽ അവിടെ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഫസ്റ്റ് നോക്കണം. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിലിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വിക്കായിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ഈ ഹൈ വിക്ക് അപ്പ് സൈഡിലോട്ട് വന്നതിന് ശേഷമാണ് ഡൗൺ സൈഡിലോട്ട് ഹൈ വിക്ക് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാക്റ്റ് പോയിൻ്റ് എന്താണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലേഴ്സ് മാക്സിമം അവിടെ പുഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് നെക്സ്റ്റ് ക്യാൻഡിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. സേഫ് പ്ലേയേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം വരച്ച ഫിബ് ലെവലിൻ്റെ ഹൈ വരെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ല, നിങ്ങൾ വളരെ ലോ റിസ്ക് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ ഒരിക്കലും കൊണ്ടുവെക്കരുത്. അത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 3 ക്യാൻഡിൽ ഫോർമേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 3rd ക്യാൻഡിലിൻ്റെ ഹൈ ആയിട്ടുള്ള പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 1:5 നിങ്ങൾ എയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ അറ്റ്ലീസ്റ്റ് 1:5. ഞാൻ തംബ്നെയിൽ ഇട്ടത് കണക്ക് തന്നെ 1:10 ആണ് നിങ്ങൾക്ക് നോക്കേണ്ടതെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1:10 ഒന്നുമല്ല പോയേക്കുന്നത്. ഈ ഒരു മൂവ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്സ് ആണ് നമുക്ക് ആ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കിക്കേ, 125 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാർക്കറ്റ് എത്ര പോയിൻറ്റ് മൂവ് ചെയ്തു. ഇത്രയും പോയിൻറ്റ്സ് ഞാൻ നിങ്ങളോട് ക്യാച്ച് ചെയ്യണമെന്നല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് മാർക്കറ്റ് ഇത്രയും മൂവ് ചെയ്യാം. അപ്പം നിങ്ങൾ പോയിട്ട് അവിടെ 1:2 അല്ലെങ്കിൽ 1:1 1:1.5 പോയിട്ട് ഇറങ്ങരുത് എന്നതിൻ്റെ ഒരു റീസണാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 1:10 അല്ലെങ്കിൽ 1:5 നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് വളരെ ചെറിയ പെർസെൻറ്റേജ് ഇതേപോലത്തുള്ള മാസീവ് മൂവ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നല്ല പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, സ്ട്രാറ്റജി വെച്ച് മാത്രമല്ല നിങ്ങൾ
ഒരു സക്സസ്ഫുൾ ആവുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫസ്റ്റ് റെഡി ആവണം, സൈക്കോളജി റെഡി ആവണം. അപ്പോൾ അതേ കാര്യങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ, ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങൾ എടുക്കാൻ പോകുന്ന ലോഡ് സൈസിനെയും എല്ലാം പ്രീ ഡിഫൈൻ ചെയ്യണം. കാരണം ഇതൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എടുക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ.